ഹലോ ഗെയ്സ്, അപ്പോൾ നമുക്കിന്നൊരു കുഞ്ഞു കുപ്പി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ആ ചെറിയ മീനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വായ്ഭാഗം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പഴയൊരു പൗഡർ ടിന്നിൻ്റെ വായ്ഭാഗം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ചെറിയ കുപ്പിയുടെ ബാക്ക് സൈഡിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ വേറൊരു ബോട്ടിലെടുക്കുക. അതിൽ നമ്മുടെ വാൽഭാഗം വെക്കാൻ വേണ്ടിയിട്ട് മാർക്കർ പെൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തെടുക്കണം. രണ്ട് സൈഡും നന്നായിട്ട് വരച്ചിട്ട് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മീനിൻ്റെ സൈഡിലുള്ള ഒരു ചിറക് പോലുള്ള ഭാഗമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വാലിൻ്റെ ഭാഗം ആ ചെറിയ കുപ്പിയുടെ ബാക്ക് സൈഡിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കണം. മീനിൻ്റെ ചിറക് ഭാഗം അതിൻ്റെ സൈഡിലും ഒട്ടിച്ച് വെക്കുക. കണ്ടിട്ട് ഏകദേശം ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക. ഇനി ഞാനിതിലൊരു ട്രാൻസ്പെറൻറ്റ് ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഉറപ്പായിട്ട് നിൽക്കും. ഇനി നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്യണം. ഞാനിവിടെ യെല്ലോ കളർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ വേറെ ഏതെങ്കിലും കളർ ആഡ് ചെയ്യാം. നിങ്ങൾ ഈ ക്രാഫ്റ്റ് കണ്ടു പോകാതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അറിയിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പുതിയ വർക്കുകൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ആവുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ സൈഡിലും യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് കളർ അതിൻ്റെ മേൽഭാഗത്ത് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ചിറകിൻ്റെ ഭാഗത്തും നമ്മൾ ചെറിയ തോതിൽ വൈറ്റ് ഒന്ന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്.
അപ്പുറത്തെ ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് എടുത്തിട്ട് ആ ചിറകിൻ്റെ ഭാഗത്ത് കുറച്ച് ഡീറ്റെയിൽസ് വരച്ച് കൊടുക്കണം. രണ്ട് സൈഡിലും നന്നായിട്ട് അടിച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ വാലിൻ്റെ ഭാഗത്തും കുറച്ച് വൈറ്റ് കളർ നമുക്ക് അടിച്ചു കൊടുക്കാം. ഓക്കെ ഗെയ്സ്, ഇപ്പോൾ ഏകദേശം മിക്ക ഭാഗത്തും നമ്മൾ കളർ ആഡ് ചെയ്തു. ഇനി നമുക്ക് കണ്ണാണ് വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ഒരു ബീഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് ആക്രിലിക് കളർ ഉപയോഗിച്ച് ചെറിയൊരു ഡിസൈൻ വരച്ചു കൊടുക്കാം.
ഇനി ആ കണ്ണിലൊരു ബ്ലാക്ക് ഡീറ്റെയിൽ വരച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു. താങ്ക് യു.